നിയമസഭാ സമ്മേളനം തിങ്കളാഴ്ച തുടങ്ങാനിരിക്കെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചൊല്ലി കോൺഗ്രസിൽ പോര് കനക്കുകയാണ്. പാർട്ടി തീരുമാനിക്കുന്നതുവരെ രാഹുൽ സഭയിൽ വരേണ്ടതില്ല എന്ന നിലപാടിലാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനുള്ളത്. എന്നാൽ രാഹുൽ വരുന്നത് പാർട്ടിക്കും മുന്നണിക്കും ഗുണം ചെയ്യുമെന്നാണ് രാഹുലിനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത്. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, വലിയ പ്രതിസന്ധിയിലേക്കാണ് കോൺഗ്രസ് നീങ്ങുന്നത്, UDF നീങ്ങുന്നത്. നിയമസഭാ സമ്മേളനം തിങ്കളാഴ്ച തുടങ്ങാനിരിക്കുകയാണ്. ഒരു കാരണവശാലും രാഹുൽ സഭയിൽ വരരുത് എന്ന നിലപാട് പ്രതിപക്ഷ നേതാവ് കൈക്കൊള്ളുന്നു. അതിനെതിരെ വലിയ രീതിയിൽ സൈബർ ആക്രമണം നേരിടുകയാണ് വി.ഡി. സതീശൻ. ഒപ്പം തന്നെ രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് ഒരു വിഭാഗം നേതാക്കൾ വലിയ നിലപാടെടുത്ത് അങ്ങനെ നിൽക്കുകയാണ്. എന്താണ് കോൺഗ്രസിൽ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്? തിങ്കളാഴ്ച നിയമസഭാ സമ്മേളനം ചേരാൻ പോകുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചൊല്ലി കോൺഗ്രസിൽ വലിയ രീതിയിൽ പോര് കനക്കുന്ന ഒരു സാഹചര്യമുണ്ട്. രാഹുൽ സഭയിൽ എത്തരുത് എന്ന നിലപാടെടുത്ത പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ കടുത്ത സൈബർ ആക്രമണം കൂടി വരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. വിവരങ്ങൾ പ്രജിത്ത് നൽകും. പ്രജിത്ത്, എന്താണ് കോൺഗ്രസിൽ രാഹുലിനെ ചൊല്ലിയുള്ള വേർതിരിവ് നടക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് നിലവിൽ സംസ്ഥാന കോൺഗ്രസിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ തന്നെ നേതാക്കളൊക്കെ രണ്ട് വശത്തായി നിൽക്കുകയാണ്. ഒരു ഭാഗം രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഈ പറയുന്ന രീതിയിൽ വി.ഡി. സതീശന് അനുകൂലമായി നിൽക്കുന്ന ചില നേതാക്കളെങ്കിലും അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാട് പോലെ രാഹുൽ മാങ്കൂട്ടത്തിലെ നിയമസഭാ സമ്മേളനത്തിൽ കോൺഗ്രസ് MLA ആയി പങ്കെടുപ്പിക്കരുത് എന്നുള്ളൊരു തീരുമാനം അല്ലെങ്കിൽ ആ ഒരു അഭിപ്രായമുള്ളവരാണ്. എന്നാൽ മറുഭാഗം രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. എന്തിനാണ് പ്രതിപക്ഷ നേതാവ് ഇത്രയും കർശനമായ നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്വീകരിക്കുന്നു തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളും അവർ ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ രണ്ട് വശത്തായി നിൽക്കുകയാണ്. ഇത് ഒരു പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ നിയമസഭാ സമ്മേളനത്തിൽ കോൺഗ്രസ് MLA ആയി പങ്കെടുക്കുന്നതിനെ അനുകൂലിക്കുന്നില്ല. അതിനൊരു കാരണവുമുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിൽ ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അദ്ദേഹം ഈ വിഷയങ്ങൾ അറിഞ്ഞിട്ടും അത് ഒളിച്ചു വെച്ചു, അല്ലെങ്കിൽ അതിൽ കൃത്യമായ നടപടി സ്വീകരിച്ചിട്ടുള്ള തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്ന സമയത്ത് വി.ഡി. സതീശന് വലിയൊരു പ്രതിച്ഛായ നഷ്ടം അത് സംബന്ധിച്ചുണ്ടായിട്ടുണ്ട്. അതേ തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു കർശനമായ നിലപാടിലേക്ക് വി.ഡി. സതീശൻ പോയത് എന്നുള്ളതും വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതേ സമാനമായ നിലപാടാണ് അദ്ദേഹം ആവർത്തിക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെ പുറത്തു വന്നതുപോലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തെ ആ രീതിയിൽ കോൺഗ്രസിൻ്റെ MLA ആയി പങ്കെടുപ്പിക്കാതിരിക്കാനുള്ള നീക്കങ്ങളും വി.ഡി. സതീശൻ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സ്പീക്കർക്ക് ഇത് സംബന്ധിച്ചൊരു കത്ത് നൽകും. പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും രാഹുലിനെ പുറത്താക്കിയെന്നുള്ള കാര്യങ്ങൾ കൃത്യമായി അറിയിക്കും. അത് സ്പീക്കർക്ക് ഒരു കത്തായി തന്നെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷി നേതാവ് എന്ന നിലയിൽ അദ്ദേഹം കൃത്യമായി ഒരു കത്ത് നൽകി ആ കാര്യം അറിയിക്കും. അതോടെ കോൺഗ്രസിൻ്റെ MLA ആയി അല്ലെങ്കിൽ UDFൻ്റെ ഭാഗമായി രാഹുലിന് നിയമസഭയിൽ ഇരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. രാഹുൽ പ്രത്യേക ബ്ലോക്കായി രാഹുൽ നിയമസഭയിൽ എത്തുമോ ഇല്ലയോ എന്നുള്ള തർക്കമാണ് ഇപ്പോൾ കോൺഗ്രസിൽ നടക്കുന്നത്. പ്രജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.